ഡോക്ടർ ഷിജു ഖാൻ, ഇപ്പോൾ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപേ തന്നെ LDF അതിദൂരം മുന്നേറുന്ന ഒരു സാഹചര്യം കാണുന്നു. 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുകയും പ്രചരണ പരിപാടികൾ വലിയൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. വളരെ സജീവമാണ് ഇടതുമുന്നണി ക്യാമ്പ്. പക്ഷേ കോൺഗ്രസിൻ്റെ അവസ്ഥ നോക്കൂ, അവിടെ ഒന്നും ആവുന്നില്ല. ഏതാണ്ട് സ്ക്രീനിംഗ് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു ധാരണയുണ്ടായിരുന്നു 15 സിറ്റിംഗ് MP മത്സരിക്കും എന്ന്. പക്ഷേ കനകോലുവിൻ്റെ കണക്കുകൂട്ടലിൽ ഈ 15 MP പലർക്കും വിജയസാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ പട്ടിക മാറ്റി കുറിക്കണം എന്നുള്ള ഒരു നിലപാടിൽ കോൺഗ്രസ് നിൽക്കുന്നു. അതായത് കോൺഗ്രസ് ക്യാമ്പിൽ ഒരനക്കവും ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായി ചില ആളുകൾ അവിടെ പോസ്റ്റർ എഴുതുന്നു, ബാനർ കിട്ടുന്നു, അങ്ങനെയൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ഒരു തരത്തിലുള്ള ഒരു മുന്നണി എന്ന രീതിയിലുള്ള ഒരു ഇടപെടലും അവിടെ ഉണ്ടായിട്ടില്ല. മൂന്നാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ മത്സരിക്കുമെന്നായിരുന്നു പൊതുവേ ഉണ്ടായിരുന്ന ഒരു ധാരണ. സ്വാഭാവികമായും പത്തനംതിട്ടയാണ് അദ്ദേഹം പ്രതീക്ഷ വച്ചു പുലർത്തിയ ഒരു മണ്ഡലം. മറ്റൊന്ന് കാസർഗോഡായിരുന്നു. പക്ഷേ ഈ രണ്ടിടത്തും സ്ഥാനാർത്ഥികൾ വന്നിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇത് എങ്ങനെയാണ് നിലവിലെ ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ താങ്കൾ വിലയിരുത്തുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറലിസവും ഒക്കെ സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ നിർണായകമായ പോരാട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പൊതുവിൽ ഇന്ത്യയിൽ നിർവഹിക്കാനുള്ളത്. ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തി കോട്ട എന്ന നിലയിൽ കേരളത്തിൽ നിന്ന് 20 പാർലമെൻറ്റ് സീറ്റിലേക്കും ഇടതുപക്ഷം വിജയിച്ച് വരാനുള്ള സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി അക്കാര്യത്തിൽ ജനങ്ങളുടെ ആകെ സ്വീകാര്യതയുള്ള വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തന മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ജനപ്രതിനിധികളായും പൊതു രാഷ്ട്രീയ രംഗത്ത് ദീർഘകാല അനുഭവമുള്ളവരായും പുതുമുഖങ്ങൾ എന്ന നിലയിലും മന്ത്രിമാരും രാജ്യസഭ ലോകസഭാ അംഗങ്ങൾ എന്ന നിലയിലും വലിയ സംഭാവന നൽകിയിട്ടുള്ളവരും ഒക്കെ അടങ്ങുന്ന നിയമസഭാ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ ഒക്കെ പ്രമുഖരായിട്ടുള്ള സാന്നിധ്യമായി മാറിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുള്ളത്. BJPയുടെ ലിസ്റ്റ് ഇപ്പോൾ വരികയുണ്ടായി. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്നൊക്കെ ഉള്ളത് അതത് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്രകാരമുള്ള കാര്യങ്ങൾ വരിക. പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇപ്പോൾ പുറത്ത് വരുന്ന സാഹചര്യത്തിലും തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരാശങ്ക ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലത്തിലുമുള്ള ഇടതുപക്ഷത്തിൻ്റെ നല്ല നിലയിലുള്ള വിജയ പ്രതീക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒന്ന് സ്പർശിക്കാനോ കഴിയുന്ന സ്ഥാനാർത്ഥികളെ അല്ല BJP ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് യാതൊരു ആശങ്കയും ഇക്കാര്യത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷം നല്ല നിലയിൽ ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യമുണ്ട്. മൂന്നാമത്തേത് കോൺഗ്രസിനെ സംബന്ധിച്ചാണ്. കോൺഗ്രസ് ആകെ ആശങ്കയിലാണ്. കോൺഗ്രസിൻ്റെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ ഉയരുന്ന വേളയിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ വലിയ ആശങ്കയിലാണ്. UDF സംബന്ധിച്ച് അവർ വലിയ ആശങ്കയിലാണ്. UDFൻ്റെ 3ാമത്തെ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ള മുസ്ലിം ലീഗ് അതിനകത്ത് വലിയ നിലയിലുള്ള കോൺഗ്രസിനെതിരായിട്ടുള്ള വികാരങ്ങൾ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ MP കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിൻ്റെ MP പാർലമെൻറ്റിലെ പെർഫോമൻസ് കനത്ത പരാജയമാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. പാട്ട് പാടിയും നൃത്തം വെച്ചുമൊക്കെ പോകുന്ന അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ജനങ്ങൾക്ക് വേണ്ടി
അഭിപ്രായം പറയാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും ഒക്കെ വലിയ പരാജയമാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ എംപിമാർ എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു അംഗമായിരുന്ന എം ആരിഫ് ആയിക്കോട്ടെ, പാർലമെന്റ് രാജ്യസഭാ അംഗങ്ങളായിട്ടുള്ള പിന്നെ ജോൺ ബിട്ടാസ് ആകട്ടെ, ഇളമരം കരീമാകട്ടെ, വി ശിവദാസനാകട്ടെ, എ റഹീമാകട്ടെ, അങ്ങനെ പാർലമെന്റേറിയന്മാർ എന്ന നിലയിൽ വലിയ നിലയിൽ പാർലമെന്റിൽ പെർഫോം ചെയ്യാൻ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ പിന്നെ ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിർഭാഗ്യവശാൽ ലോകസഭാംഗങ്ങൾ ഇടതുപക്ഷത്തിന് പിന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല, പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആ സാഹചര്യമല്ല കേരളത്തിൽ ഉള്ളതെന്നും ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി 20 പാർലമെന്റ് മണ്ഡലത്തിലും ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ ആശങ്ക പോലും അവർക്കുള്ളിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സിറ്റിംഗ് എംപിമാർ ജയിക്കുമോ എന്ന് കോൺഗ്രസിനകത്ത് തന്നെ ഞാൻ അങ്ങയിലേക്ക് വരാം.